ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മിഡ് സൈസ് കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVസിനെ പറ്റിയാണ്. നമുക്കറിയാം പൊതുവേ നവംബർ മാസത്തിലെ വണ്ടികളുടെ സെയിലൊക്കെ കുറച്ച് മോശമായിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സെയിൽസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണൊരു കാര്യം. എനിവേ സിട്രോൻ C5 ആക്ട്രോസ് ആണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ മാസം ഈ വാഹനത്തിൻ്റെ സെയിൽ 0 ആണ്. നമ്മളിനി ഇതിനെ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5 വാഹനങ്ങളായിരുന്നു 2023 നവംബറിൽ വണ്ടി വിറ്റത്. അതായത് ഇവിടെ 5 വണ്ടികളുടെ വ്യത്യാസവും 100% ഡീഗ്രോത്ത് റേറ്റ് നമുക്ക് പറയാം. ഇത് വണ്ടിയുടെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആണെന്ന് പറയേണ്ടി വരും. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ആ കൊടുക്കുന്ന പ്രൈസിനുള്ള ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഈ വാഹനത്തിൻ്റെ ഒരു പ്രൈസ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് വേറൊരു കാര്യം. പക്ഷേ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ അവർ ഇടയ്ക്ക് വെച്ച് ഇറക്കിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ലേറ്റസ്റ്റ് വണ്ടി തന്നെയാണ് കിട്ടുന്നത്. പുറത്തും ഇതേ വണ്ടിയാണുള്ളത്. പക്ഷേ ഇത് CBU ആയിട്ട് കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇത്രയും പ്രൈസ് കൂടുന്നത്. പുറത്തൊന്നും ഈ വണ്ടി ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടിയൊന്നും അല്ല. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ്വാഗൻ്റെ ടിഗ്വാൻ ആണ്. ടിഗ്വാന് കഴിഞ്ഞ മാസം 79 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. പക്ഷേ 2023 നവംബറിൽ 150 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് നമുക്ക് 71 വാഹനങ്ങളുടെ വ്യത്യാസവും 47.33% ഡീഗ്രോത്ത് റേറ്റും പറയാം. നമ്മളിപ്പം C5 ആക്ട്രോസിൻ്റെ കൂട്ടിയില്ല എങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. ഞാൻ ആക്ച്വലി C5 ആക്ട്രോസ് കൂട്ടുന്നില്ല, അതാണ് നല്ലത്. കാരണം ആ വണ്ടിക്ക് സെയിലേ ഇല്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഇയർ ഓൺ ഇയറിൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്തായാലും ടിഗ്വാൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ വാഹനത്തിന് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ നമുക്ക് അടുത്ത വർഷം 2025 ലഭിക്കും. അതുകൊണ്ട് ഇതിൻ്റെ സെയിൽ കുറഞ്ഞു എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ വണ്ടി. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ CKD ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത വർഷം കോഡിയാക്കിന് ഇതുപോലൊരു പുതിയ ജനറേഷൻ അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി ട്യൂസോൺ ആണ്. ഈ വണ്ടി ഇടയ്ക്ക് വെച്ച് അത്യാവശ്യം നന്നായിട്ട് സെയിൽ കയറിപ്പോയതാണ്. പക്ഷേ കഴിഞ്ഞ മാസം ജസ്റ്റ് 84 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. ആൻഡ് 2023 നവംബറിലും 118 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പം ഇയർ ഓൺ ഇയറിലും ഡീഗ്രോത്ത് ഉണ്ട്. 28.81% ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് റേറ്റ്. അത് അത്യാവശ്യം ഹൈ ആണെങ്കിലും ഈ കൂട്ടത്തിലുള്ള ബാക്കി വണ്ടികളുടെ ഡീഗ്രോത്ത് റേറ്റ് വളരെ ഹൈ ആയതുകൊണ്ട് നമുക്ക് ഈ ലിസ്റ്റിൽ ഇപ്പം രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ട്യൂസോൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ല വാല്യൂ ഫോണി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ ആ കൊടുക്കുന്ന പ്രൈസിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. മാത്രമല്ല സ്പേസ്, അതുപോലെ കംഫർട്ട്, ഈവൻ സേഫ്റ്റി ആണെങ്കിൽ പോലും എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള വാഹനമാണ് എന്ന് തന്നെ പറയാം. ഈവൻ ഹാൻഡ്ലിംഗ് പെർഫോമൻസ് അതൊക്കെ നല്ലതാണ്. ഇനി അടുത്തായി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ജീപ്പ് കോമ്പസ് ആണ്. കുറേ കാലമായിട്ട് ഈ ഒരു സെഗ്മെന്റ് റൂൾ ചെയ്തിരുന്ന വണ്ടിയായിരുന്നു. 2017 ഇറങ്ങിയത്. ആ 17 ഇറങ്ങിയ സമയത്തൊക്കെ ആൾക്കാരുടെ പ്രിയപ്പെട്ട വണ്ടിയായിരുന്നത്. പക്ഷേ പിന്നീട് 20 മുതൽ ഇതിനൊരു ഫേസ് ലിഫ്റ്റ് ലഭിച്ചു. ഇനീഷ്യലി അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ 22 ആയപ്പോഴേക്കും ഈ വണ്ടിയുടെ കംപ്ലീറ്റ് മാർക്കറ്റ് ഇടിഞ്ഞു. ഇപ്പോൾ ഒന്നും ആർക്കും പ്രത്യേകിച്ച് വണ്ടി വേണ്ട. പണ്ടൊക്കെ 1000-അടുത്തൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ് ഈസി ആയിട്ട്. കഴിഞ്ഞ മാസം ജസ്റ്റ് 188 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 2023 നവംബറിലും 216 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 28 വാഹനങ്ങളുടെ വ്യത്യാസവും 12.96% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുമ്പം ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് കോമ്പസ്. അതേതായാലും നല്ല കാര്യമാണ്. പക്ഷേ എന്തായാലും സെയിൽസ് ഒരിക്കലും നമുക്കിപ്പോൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വളരെ മോശം സെയിൽസ് തന്നെയാണ് ഇപ്പോൾ ഈ വാഹനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ MGയുടെ ഹെക്ടറിൻ്റെയും ഹെക്ടർ പ്ലസിൻ്റെയും കമ്പൈൻഡ് സെയിലാണ്. നമ്മുടെ ആ 100-200 റേഞ്ചിലുള്ള വണ്ടികളുടെ ലിസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ഈ വണ്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ 1106 വണ്ടികളുടെ സെയിൽസാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ 2023 നവംബറിൽ 2130 വാഹനങ്ങളുടെ സെയിലും ലഭിച്ചായിരുന്നു. 1024 വാഹനങ്ങളുടെ വ്യത്യാസവും 48.08% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണിത്. സിട്രോൻ്റെ C5 ആക്ട്രോസ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി MGയുടെ ഹെക്ടർ തന്നെയാവും. ഈ വണ്ടിക്കും പണ്ട് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ MGയുടെ തന്നെ മറ്റ് പല വാഹനങ്ങൾ ഇപ്പം EV ആണ് MG കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇതധികം പ്രയോറിറ്റി കൊടുക്കാതെ ബാക്കി വണ്ടികളൊക്കെ എടുക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ XUV700 സ്കോർപ്പിയോനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ഡിമാൻഡൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ സെയിൽ പറഞ്ഞ മറ്റൊരു വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ ഹാരിയർ. ഇനീഷ്യലി 2019 ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പോട് കൂടിയാണ് ഈ വാഹനം വന്ന്. ലോഞ്ചിൻ്റെ സമയത്ത് അധികം ക്ലിക്കായില്ല. കാരണം 140 bhp ഉണ്ടായിരുന്നുള്ളൂ. ഫീച്ചേഴ്സും കുറവായിരുന്നു. പക്ഷേ 2020 അവർ ഇതിനകത്ത് പാനോറമിക് സൺറൂഫ് 170 bhp ഉള്ള എഞ്ചിനൊക്കെ വെച്ച് ഒരു പുതിയ അപ്ഡേറ്റഡ് മോഡൽ ഇറക്കി. അത് അത്യാവശ്യം നല്ല ഹിറ്റായി. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നിട്ടും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഇപ്പം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ചിലപ്പം 700 ഇൻഫ്ലുവൻസും സ്കോർപ്പിയോൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ ആയിരിക്കാം. കഴിഞ്ഞ മാസം എന്തായാലും 1374 വാഹനങ്ങളുടെ സെയിൽ ഇതിന് ലഭിച്ചിട്ടുള്ളൂ. 2023 നവംബറിൽ 2326 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചായിരുന്നു. 952 വാഹനങ്ങളുടെ വ്യത്യാസവും 40.93% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതായത് ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഹാരിയർ ആണ് എന്ന് പറയാം.
പിന്നെ ഗൈസ്, നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്രൊഡക്ട്സ് നോക്കിയാൽ മതി. അതായത് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് കൊടുക്കുക, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ ഹാരിയർ ആണ്. ലോഞ്ചിൻ്റെ സമയത്തൊക്കെ ഹാരിയറിനായിരുന്നു സഫാരിയേക്കാൾ കൂടുതൽ സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും സഫാരി ഹാരിയറിനെ ഓവർടേക്ക് ചെയ്തു. കഴിഞ്ഞ മാസം 1563 വാഹനങ്ങളുടെ സെയിലാണ് സഫാരിക്ക് ലഭിച്ചത്. ഇങ്ങനെ ചെറിയ വ്യത്യാസമാണെങ്കിലും മിക്ക മാസങ്ങളിലും ഇപ്പോൾ സഫാരിക്ക് തന്നെയാണ് ഹാരിയറിലും കൂടുതൽ സെയിൽ ലഭിക്കാറുള്ളത്. 2023 നവംബർ എടുക്കുകയാണെങ്കിൽ 2207 വാഹനങ്ങളുടെ സെയിലായിരുന്നു സഫാരിക്ക് ലഭിച്ചിരുന്നത്. അതായത് 644 വാഹനങ്ങളുടെ വ്യത്യാസം 28.19% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ച വാഹനമാണ് സഫാരി എന്നൊരു രീതിയിൽ പറയാം. പക്ഷേ എന്നാൽ പോലും 29% അടുത്തെന്ന് പറയുമ്പോൾ ഡീഗ്രോത്ത് റേറ്റ് അത്ര മോശമൊന്നുമല്ല. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ അൽക്കസാർ ആണ്. ഈ വാഹനം ഈ അടുത്ത് തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞ് സെയിൽ ഒരുപാട് ബൂസ്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് സിമിലർ സെയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ മാസം 2134 വാഹനങ്ങളുടെ സെയിലാണ് ഇത് ലഭിച്ചത്. പക്ഷേ 2023 നവംബറിൽ 1913 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 221 വണ്ടികളുടെ വ്യത്യാസം. പക്ഷേ 2023 നവംബർ എന്ന് പറയുമ്പം പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ് അവർ ആ സമയത്ത് വിറ്റുകൊണ്ടിരുന്നത്. സ്റ്റിൽ 2000-നടുത്ത് തന്നെ സെയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പം വ്യത്യാസം കുറവാണ്. പക്ഷെ എന്നാലും ഈ ലിസ്റ്റിൽ ആകെപ്പാടെ ഗ്രോത്ത് വന്നിരിക്കുന്ന 3 വണ്ടികളേ ഉള്ളൂ. അതിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ച വണ്ടി അൽക്കസാർ ആണ്. 11.55% ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് പെർസെൻറ്റേജ്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഈ ഫേസ് ലിഫ്റ്റ് വരുത്തിയ വണ്ടി നല്ലതാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സും പുതിയ ഡിസൈനും നമ്മുടെ ക്രെറ്റ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഞാൻ നേരത്തെ ഇഷ്ടംപോലെ പ്രാവശ്യം പേര് പറഞ്ഞിട്ടുള്ള നമ്മുടെ XUV 700 ആണ്. പല വണ്ടികൾക്കും ഇത് കാരണം ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞല്ലോ. അവൻ ഇവിടെ 2ാമത്തെ പൊസിഷനിൽ തന്നെ ഉണ്ട്. പിന്നെ ബാക്കി വണ്ടികൾക്ക് 2000, 1000, 100, 200 ആ റേഞ്ചിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ വണ്ടികളുടെ കേസിലേക്ക് വരും. മഹീന്ദ്രയുടെ വണ്ടികൾ ഭയങ്കര ഹൈ വോളിയം സെയിൽസ് ആണ്. അതും വിലയൊന്നും അവർക്കൊരു വിഷയമല്ല. കഴിഞ്ഞ മാസം 9100 വാഹനങ്ങളുടെ സെയിലാണ് നമ്മുടെ XUV 700 ലഭിച്ചത്. നവംബർ 2023 7221 വാഹനങ്ങളുടെ ആയിരുന്നു. 1879 വാഹനങ്ങളുടെ വ്യത്യാസം 26.02% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. 26 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് റേറ്റ് ആണ്. പിന്നെ ഈ വണ്ടി നമ്മൾ ഒക്ടോബർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലാണ് മന്ത് ഓൺ മന്തിൽ കുറച്ച് സെയിൽ വ്യത്യാസം വരുന്നത്. കാരണം ഒക്ടോബർ 2024 10,000-ന് മുകളിൽ വാഹനത്തിന് സെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു പ്രൈസ് വരുന്ന വണ്ടിക്ക് അതും പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ഇതിന് ലഭിച്ചിട്ടില്ല. ലോഞ്ച് കഴിഞ്ഞിട്ട് ആകെപ്പാട് 21 ഇറങ്ങിയ വണ്ടി തന്നെയാണ് ഇപ്പോഴവർ കൊടുക്കുന്നത്. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക തുടങ്ങിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഇപ്പോഴത്തെ വണ്ടിയിൽ ആഡ് ആയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി സ്കോർപിയോ എന്നായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഊഹിച്ച് കാണുമല്ലോ. അത് വളരെ ശരിയാണ്. കഴിഞ്ഞ മാസം 12,704 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. നവംബർ 2023 12,185 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 519 വാഹനങ്ങളുടെ വ്യത്യാസം 5.24% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഈവൻ ദോ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി സ്കോർപിയോ ആണെങ്കിൽ പോലും 12,000-ൻ്റെ അടുത്ത് സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ 2024 ഒക്ടോബറിൽ ഇതിന് 15,000-നടുത്ത് സെയിൽ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നവംബർ ആയതുകൊണ്ടും ഇയർ എൻഡ് ആവാനായതുകൊണ്ടൊക്കെ അവർ കുറച്ച് സെയിൽ കുറച്ചായിരിക്കും. അതായത് പ്രൊഡക്ഷൻ കുറച്ചായിരിക്കും. പറഞ്ഞു വരുമ്പം നമ്മുടെ XUV 700 ആണ് ഇതിനേക്കാൾ കൂടുതൽ കംഫർട്ടബിളും സ്പേഷ്യസും ഫീച്ചർ ലോഡും ഒക്കെ. പക്ഷെ എന്നാലും ആൾക്കാർ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ ഇങ്ങനത്തെ ഒരു വാഹനമാണ് ചൂസ് ചെയ്യുന്നത്. അതായത് 4x4 ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലാഡർ ഫ്രെയിം ആണ്. അത്യാവശ്യം നല്ല റഗഡ് വണ്ടിയാണ്. കാണാൻ അത്യാവശ്യം ലുക്ക് ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഏതായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 മിഡ് സൈസ് SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.